ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 3:45 ആയി. ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ബട്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും കാണാം. ഹലോ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ രാവിലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവുന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ എത്തിയപ്പോഴേക്കും വണ്ടിയുടെ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ചാർജിലിട്ടിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. റൈക്കേനെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തി ഞങ്ങൾ. ബ്ലെസ്സി കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ റൈക്കേനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് റോഡിലേക്കൊക്കെ പോയി. അവിടെ പോയി അവൾക്ക് കാസും ലോറിയൊക്കെ കാണിച്ചു കൊടുത്തു. ഈ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ ചെങ്ങന്നൂർ ഉള്ളതുകൊണ്ട് തന്നെ EV യൂസേഴ്സിന് ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അവിടെ KFC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കോട്ടയം എത്തിയപ്പോഴേക്കും ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി അത് കാണാൻ വേണ്ടി പോയി. ഭയങ്കര നൈസ് പ്ലേസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു മാജിക്കൽ ഫീലും തോന്നി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കിട്ടിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം ഞങ്ങൾ അതും നോക്കി നിന്നു. അപ്പോൾ അതിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരത്തെ പിടിച്ചതാണെന്ന് തോന്നുന്നു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് അറ്റ് ലാസ്റ്റ് ഒരു ഫ്ലവർ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഒരെണ്ണം കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് റൈക്കേക്ക് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്വിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡിൻ്റെ സൈഡിലെല്ലാം നോക്കുമായിരുന്നു ഏതെങ്കിലും ഫുഡ് സ്പോട്ട് ഉണ്ടോ, കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോ എന്ന്. അങ്ങനെ നോക്കി ലാസ്റ്റ് കൊച്ചിയിലെത്തി. അവിടെ മച്ചിലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. ഭയങ്കര നൈസ് സ്പോട്ടാണ് കേട്ടോ. നല്ല ഫിഷൊക്കെ കിട്ടുന്ന മീൽസൊക്കെ കിട്ടുന്ന നല്ല ഷോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒബ്രോൺ മോളിൽ പോയിട്ട് ബേബിക്ക് കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി. അവിടെ നല്ല ഫ്രോക്സും പിന്നെ നല്ല ഷോർട്ട്സൊക്കെ കിട്ടി റൈക്കിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ RC കാർസൊക്കെ കണ്ടു. അപ്പോൾ റൈക്കിക്ക് അതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് പോലെ അവൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ ജസ്റ്റ് അവളെ കയറ്റി. സോ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ജങ്കാറിന് വേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കൊച്ചീൻ്റെ ഒരു ഈവനിങ് വൈബ്സൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ആളുകൾ, ബോട്ട്സ്. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് ടൈം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജങ്കാറിൽ കയറി. ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ നിന്നത്. അപ്പോൾ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. നല്ല കായലും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോട്ടൽസും ബിൽഡിങ്സും ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തിയപ്പോഴേക്കും നൈറ്റായി. എന്നുവെച്ചാൽ അവിടെ ഞങ്ങൾ കുറച്ച് ഹെറിറ്റേജ് ബിൽഡിങ്സൊക്കെ ഇങ്ങനെ കണ്ടു. അതിനുശേഷം എല്ലാവരും കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് തന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്ത കാര്യം എൻ്റെ ഫ്രണ്ട് ദിയനെ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവൾക്ക് ഞങ്ങൾ ചെറിയ സർപ്രൈസൊക്കെ കൊടുത്തു. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇങ്ങനെ വീഡിയോസൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും അതങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് പോവാണ് ജൂ ടൗൺ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊച്ചിയിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ജൂ ടൗൺ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയൊക്കെ മാപ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൂടുതലും സ്ട്രീറ്റ് ഷോപ്സാണ്. നമുക്കിങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ആനയുടെ ഈ ഒരു സംഭവം. നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല പ്രിറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രീറ്റിലൂടെ ജസ്റ്റ് വാക്ക് ചെയ്തു. അപ്പോൾ ഈ മട്ടാഞ്ചേരി പാലസിൽ നിന്ന് സിനഗോഗിലേക്കുള്ള അത്രയും ആ ഒരു പോർഷൻ, ആ ഒരു സ്ട്രീറ്റിനാണ് നമ്മൾ ജൂ ടൗൺ റോഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ ഇവിടെ കാണാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല വൈബുള്ള പ്ലേസാണ്. ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങളും വിൻറ്റേജ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഞങ്ങൾ പോയത് ഒരു അടിപൊളി ആൻറ്റീക്ക് ഷോപ്പിലാണ് കേട്ടോ. ആൻറ്റീക്ക് ഷോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ആൻറ്റീക്ക് കളക്ഷൻ ഉള്ളൊരു സംഭവം, ആൻറ്റീക്ക് കളക്ഷൻ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വിൻറ്റേജ് കാർസൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓസ്വിൻ്റെ ബ്രദറിനും ഈ കാറിൻ്റെ ക്രേസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇവർ ഈ കാർസൊക്കെ കണ്ടിട്ട് ഈ ഷോപ്പിൽ മസ്റ്റായിട്ട് കയറണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ബെൻസിൻ്റെ 110 എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. എനിക്ക് ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത് ഓസ്വിൻ തന്നെയാണ്.
അപ്പോൾ ഞങ്ങൾ കുറേ ടൈം ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി ഫുൾ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതൊക്കെ അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ടൈം നടന്നു. പിന്നെ ഇത് അംബാസഡർ മാർക്ക് 2 ആണ്. അപ്പോൾ ഇതും ഭയങ്കര ഇതിൻ്റെ കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫിയറ്റ് 118. അപ്പോൾ നമ്മൾ റൈക്കെ കുറച്ച് ടൈം ഇതിന് മുകളിലൊക്കെ വെച്ച് അവൾക്കും ഇഷ്ടമാണ് കാർസൊക്കെ. ഇപ്പോൾ അവൾക്കും ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങി. അവളുടെ ഡാഡയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഇവിടെ പഴയ ടൈപ്പ് ടെലിഫോണും പണ്ടത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ കുറച്ച് ടൈം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് സ്ട്രീറ്റിലേക്ക് വന്നു. പിന്നെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് സ്ട്രീറ്റിലൂടെ വാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റൊക്കെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നേരത്തെ ജ്യൂസ് ആയിരുന്നു കേട്ടോ അവിടെ മുഴുവൻ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഈ ജ്യൂസിൻ്റെ കൾച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഹിൻസൊക്കെ കിട്ടും. ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ സിനഗോഗിലെത്തി. അപ്പോഴേക്കും പക്ഷേ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ കലൂരേക്ക് പോയി. ഇന്നലെ പോയ സെയിം മച്ച്ലി റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. കാര്യം ഇവിടുത്തെ ചെമ്മീൻ കറി റോസ്വിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഫുഡിനേക്കാൾ ഉപരി ഇവിടുത്തെ സർവീസും സ്റ്റാഫും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു ഷോപ്പായിരുന്നു. തിരിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. സോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് കോട്ടയത്ത് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് കൊടുത്തോട്ട് കുറച്ച് ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വീണ്ടും ഗോയ്സിയുടെ ചാർജിങ് സ്റ്റേഷനിൽ ചടയമംഗലത്ത് വണ്ടി ജസ്റ്റ് ചാർജിനിട്ടു. മോർണിംഗ് നമ്മൾ കൊച്ചി ഒബ്രോൺ മോളിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൊച്ചി കണ്ടൊരു ഫീൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.